നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ കുറ്റ വിചാരണ നടത്താൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലത്തെ കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത്. രാഹുലിൻ്റെ ആരോപണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്നതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. അതാണ് കമ്മീഷന്റെ നിലപാട്. എന്നാൽ BJP MP അനുരാഗ് താക്കൂർ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത്തരമൊരു ആവശ്യം കമ്മീഷൻ ഉന്നയിച്ചില്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ പ്രതിരോധം തീർക്കുന്നു പ്രതിപക്ഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഷ്ട്രീയം കളിച്ചോ, അതോ കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ പകപോക്കലോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ ഫിലിപ്പാണ്. ശ്രീ ഫിലിപ്പ്, വളരെ രൂക്ഷമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചത്. സ്വാഭാവികമായും അതിൽ കമ്മീഷൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. ഇപ്പോൾ മിണ്ടിയപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി ഇംപീച്ച്മെൻറ്റ് നടപടികളിലേക്ക് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ അതൊരു സ്വാഭാവികമായ നടപടിക്രമമായാണോ കാണുന്നത്? ഇതിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും അവിടെ പറഞ്ഞിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. ഈ സമയത്ത് തന്നെ പത്രസമ്മേളനത്തിൽ 1-2 പേര് ചോദിച്ചതിന് മറുപടിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുക ചെയ്തേ. അല്ല, അതെല്ലാം കൂടി ഒരുമിച്ച് മറുപടി പറയുകയല്ലേ ചെയ്ത്? അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ ശരിയാവോ? ഇത് നമ്മളുടെ പലതരം ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെല്ലാം കൂട്ടായ ഒരു മറുപടി പറയുന്നു എന്ന രീതിയല്ലേ അവലംബിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂട്ടായ മറുപടി എന്താണ്? അതാണ് തെറ്റായി പോയി എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? കൂട്ടായ മറുപടി എന്ന് പറയുന്നതല്ല മറുപടി. ആ മറുപടി എസ്കേപ്പ് ചെയ്യുന്ന മറുപടിയായിരുന്നു. ഏത് ചോദ്യത്തിലാണ് മറുപടി ഇല്ലാതെ തോന്നിയത്? എത്രയോ ചോദ്യങ്ങള് രാഹുൽ ഉന്നയിച്ചു. ഇപ്പൊ 0 എന്ന് പറയുന്ന നമ്പറിലെ ആ നമ്പറിലെ വീട്ടു നമ്പറിലെ ആളുകളെ കയറ്റുന്നത് ഒരു നമ്പറിൽ തന്നെ 80ഓളം പേര്. അതിനൊക്കെ മറുപടി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീടില്ലാത്തവരുടെ പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ അതിനൊരു ഒരു കൃത്യമായ കാര്യം കമ്മീഷൻ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ആദ്യം BLOമാരുടെ പരാതി എടുക്കാം, BLAമാർക്ക് അത് നോക്കാം, അതിനപ്പുറത്ത് എല്ലാ അന്തിമ വോട്ടർ പട്ടികയാകുന്നവരെ സാവകാശം കൊണ്ട് തിരുത്താൻ, അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന സ്ഥാനാർത്ഥികൾക്ക് പട്ടിക കിട്ടുന്നു, അതിനപ്പുറം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് വീണ്ടും 45 ദിവസം വരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട്. അപ്പോഴൊന്നും മിണ്ടാതെ ഇപ്പോഴിത് പറയുന്നതിനെ എന്ത് വിളിക്കണമെന്ന് എന്നല്ലേ ചോദിക്കുന്നത്? ഡിജിറ്റൽ കോപ്പി എന്ന് പറയുന്ന ഒരു സംഭവം തരാനായിട്ട് അതിലൊക്കെ ഇന്നലെ കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, ഡിജിറ്റൽ കോപ്പി കൊടുക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഡിജിറ്റൽ കോപ്പി കൊടുത്താൽ വോട്ടർമാരുടെ സുതാര്യത ബാധിക്കപ്പെടും എന്ന് കമ്മീഷൻ മറുപടി പറയുന്നു. അങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഡിജിറ്റലായി പെട്ടെന്ന് പേരുകൾ തെരഞ്ഞെടുക്കാനൊക്കെ കഴിയുന്ന ഒരു ഡാറ്റ പുറത്തേക്ക് പോയാൽ അത് വോട്ടർമാരുടെ മുഴുവൻ സുതാര്യതയും ബാധിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടാണ് കൊടുക്കാത്തതെന്നാണ് അത് സുപ്രീം കോടതിയുടെ അങ്ങനെ ഒരു വിധി ഇരിക്കുമ്പോൾ കമ്മീഷണർ ചെയ്യാൻ കഴിയുമോ? ഇതിനൊക്കെ മാറ്റം വരുത്തണം. നമ്മൾ എന്തിനാണ് പക്ഷെ അതിന് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞത് ശരിയായില്ല എന്നല്ലേ അപ്പൊ വ്യക്തമാകുന്നത്? എവിടെ വ്യക്തമാകുന്നു ചങ്ങാതി? അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയും എല്ലാ കാര്യത്തിനും മറുപടി നൽകിയിട്ടില്ല. എന്റെ ചങ്ങാതി, അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ഏത് കാര്യത്തിനാണെന്ന്? ഇപ്പൊ 0 എന്നുള്ള നമ്പറിലെ നമ്പറല്ലേ ഞാൻ പറഞ്ഞത്? അതിനല്ലേ നിങ്ങൾക്ക് ഇത് ഉത്തരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 0 നമ്പറിന് അവരൊരു കാര്യം പറഞ്ഞു, ആ വീടില്ലാത്ത ആളുകൾ ഉണ്ടാകാം, ഇനി അങ്ങനെ അതിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അത് നൽകാനുള്ള സമയവും സാവകാശവും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. പൊതുനിരത്തിലിരുന്ന് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അങ്ങനെ മോശമായി പറയുന്നു എന്നാണ് അവരുടെ ആരോപണം. അതിനെന്താണ് കോൺഗ്രസിന്റെ പ്രതിരോധം? ഭരണഘടനാ സ്ഥാപനം ചെയ്യേണ്ടതായിരിക്കുന്ന അതെന്താണെന്നാണല്ലോ ഞാൻ ചോദിക്കുന്നത്. ഞാനടക്കം പരാതി പറയേണ്ടതാണ് ഈ വിഷയത്തിൽ. അപ്പൊ ഞാൻ പറയാൻ പാടില്ല എന്നാണോ? പരാതി പറയാം. അങ്ങക്ക് പരാതി പറയാനായി BLO ഉണ്ട്, BLA ഉണ്ട്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉണ്ട്, ചീഫ് ഇലക്ഷൻ ഓഫീസർ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 45 ദിവസത്തിനുള്ളിൽ കോടതികളെ സമീപിക്കാം, സുപ്രീം കോടതി വരെ പോകാം. എന്നിട്ടൊന്നും പറയാതെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഞങ്ങൾക്കെതിരെ വരുന്നു എന്നതാണ് അവരുടെ ആരോപണം. താങ്കളൊന്ന് കേൾക്കോ ഞാൻ പറയുന്നത്? കേൾക്കാം. എത്രയോ വിഷയങ്ങൾ അവിടെ സംസാരിക്കുന്നത്. എത്രയോ വിഷയമൊന്നും അതൊക്കെ ഞാൻ കേട്ടതല്ലേ. ഏത് വിഷയമെന്നല്ലേ? എത്രയോ ഒന്നേത് എന്നാണ് ഞാൻ ചോദിച്ചത്. ശരി, അങ്ങക്ക് കുറെ എനിക്ക് തോന്നുന്നത് അങ്ങ് ആ പഠിച്ച പാഠം തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പ്രത്യേകിച്ച് BJP-കാരനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുകൂലിക്കുന്ന ഒരു നിലപാടല്ല. പക്ഷെ ഞാനിത് എന്താണ് ഇതിന്റെ യഥാർത്ഥ ആരോപണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനും ചോദിക്കുന്നത്. ഓക്കെ, ഷാജി പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഷാജി, ഹലോ, നമസ്കാരം. നമസ്കാരം.
ഷാജിക്ക് തോന്നിയോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന്? തീർച്ചയായിട്ടും അങ്ങനെ തോന്നി. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഈ വോട്ടർ പട്ടികയിലൊക്കെ പേരുകളൊക്കെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ പത്തനംതിട്ടയിൽ ഒത്തിരി അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. പല വാർഡിലൊക്കെ പല പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് എന്താ പറയാ, അപ്പൊ ഈ അങ്ങ് ഷാജി പറയുന്നത് പത്തനംതിട്ടയിലും BJPക്ക് വേണ്ടി വോട്ടർ പട്ടിക ക്രമക്കേട് നടന്നു എന്നാണോ? തീർച്ചയായിട്ടും ഉണ്ട്. BJPക്ക് വേണ്ടി എന്താ ഞാൻ പറയാ, BJPക്ക് ഇവരാരാ ഭരിക്കുന്നേ? ഇവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് BLOന് നേരിട്ട് കണ്ട് ഇത് പറയാനാവില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ, അപ്പൊ അവര് BJPക്ക് വേണ്ടി അല്ല, എന്റെ ചോദ്യം വളരെ കൃത്യമാണ് ഷാജി. BJPക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ കൂട്ടായി പ്രവർത്തിച്ചു എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും. പിന്നെ വേറൊരാളെ കള്ളക്കേസിൽ കുടുക്കി BJP. എനിക്ക് എന്റെ അറിവിലുള്ള ഒരു സംഭവം, കള്ളക്കേസ് കൊടുക്കുക വരെ ചെയ്തു. അപ്പം ഇവന് BJP എന്ന് പറയാൻ എന്താ അധികാരം? ശരി, ഓക്കെ. കള്ളക്കേസിൽ കുടുക്കിയത് BLOയാ? ആരെയാ കള്ളക്കേസിൽ കുടുക്കിയത്? പത്തനംതിട്ടയിലുള്ള ഒരാളെ കള്ളക്കേസിൽ വരെ കുടുക്കി. വോട്ടർമാരെയോ? ഓക്കെ. എനിക്കറിയില്ല, ഞാൻ BJPയുടെ കാര്യം വ്യക്തതയില്ല. ഓക്കെ. ശ്രീ ബ്രഹ്മാനന്ദൻ എന്നോടൊപ്പം ചേരുന്നത് UAEയിൽ നിന്നാണ്. അപ്പോൾ ശ്രീ ബ്രഹ്മാനന്ദൻ, ഈ അവിടുത്തെ നമ്മുടെ മലയാളികളൊക്കെ ഈ വാദപ്രതിവാദങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലേ? എല്ലാം കേൾക്കുന്നുണ്ട് സാർ. ഞാൻ സാറിന്റെ സംവാദം കണ്ടപ്പോൾ വിളിച്ചതാണ്. ഇപ്പം ഡ്യൂട്ടി വേണ്ടി വന്നപ്പോ കണ്ടപ്പോൾ വിളിച്ച സാറ്. സാറ് അറിയാവുന്ന ഈ ന്യൂസും കാര്യങ്ങളൊക്കെ പ്രവാസികള് നാട്ടിലെ എല്ലാ വാർത്തകളും കേൾക്കുന്ന ആളാ സാർ. ഈ കള്ളോട്ട് ചെയ്തു അല്ലെങ്കിൽ അത് വോട്ടർ ലിസ്റ്റിൽ പേര് തിരിച്ചെന്നൊക്കെ പറഞ്ഞു സാർ, എങ്ങനെ സാർ വിശ്വസിക്കുക? ഈ എല്ലാ ബൂത്തിലും എല്ലാ പാർട്ടിക്കാരും ഇരിക്കുന്നുണ്ട്. അവര് ഇത് ഇങ്ങനെ ക്ലാരിഫൈ ചെയ്യും. എവിടെയാ സാർ തെറ്റ് വന്നിരിക്കുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് പലയിടത്തും ഇത് വേണ്ടത്ര ജാഗ്രത കുറവുണ്ടായെന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷെ ഇത് നമുക്ക് അവസാനം റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അന്നേരം വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് ചൂണ്ടിക്കാണിക്കാം. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാം. ഇത് കഴിഞ്ഞ സാർ എത്ര വർഷമായി സാർ? ആരോപണം ഉണ്ടെങ്കിൽ സാർ നമുക്ക് കേസ് കൊടുക്കാം. സാവകാശമുണ്ട്, സുപ്രീം കോടതിയിൽ പോകാം. അല്ല സാർ, നമുക്ക് കേസ് കൊടുക്കാം സാർ, സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാം. ആരോപണം സാറിന്റെ നേരിൽ എനിക്ക് ആരോപണം ഉണ്ടാക്കാം, സാർക്ക് എന്റെ പേരിൽ ആരോപണം ഉണ്ടാക്കാം. പക്ഷെ അതൊന്നും രേഖാമൂലമല്ല സാർ. അപ്പൊ രാഹുൽ ഗാന്ധി ഇതിന്റെ തെളിവുകളെല്ലാം കൊണ്ട് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി നൽകുകയാണ് മാന്യമായി ചെയ്യേണ്ടത് എന്നാണ് ശ്രീ ബ്രഹ്മാനന്ദൻ. അതാണ് സാർ നമ്മുടെ സാർ, മാന്യമായി ഇതിനെ പരാതി കൊടുക്കുക, കേസ് ഫയൽ ചെയ്യാം. നമുക്ക് നമ്മുടെ മുകളിൽ സുപ്രീം കോടതി സാർ, അവിടെ ഫയൽ കേസ് അതിന് റിപ്പോർട്ട് വെച്ച സാർ. നമ്മൾ ആരോപണങ്ങൾ കൊണ്ട് കാര്യമില്ല. ഇപ്പൊ BJPനെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ വേറെ പാർട്ടിയെ കുറ്റം പറഞ്ഞാൽ കാര്യമില്ല സാർ. ആരോപണങ്ങൾ നമുക്ക് എന്തും പറയാം. പക്ഷെ അതിന് വ്യക്തമായ കാര്യങ്ങൾ രേഖകൾ ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യില്ല സാറേ. രേഖകൾ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്, അതുമായി ഒരു തെളിവായി പോകാം അല്ലേ സുപ്രീം കോടതിക്ക്? രേഖകൾ ഉണ്ട് എന്ന് പറയട്ടെ സാർ, ഇത് സമർപ്പിക്കട്ടെ സാറേ, ഇത് കോർട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ സാറേ. ആരോപണം നമുക്ക് എന്തും പറയാലോ സാർ, ആർക്കും ആരുടെ ആരോപണം പറയാം. പക്ഷെ അതൊന്നും തെളിവല്ല സാറേ. ശരി, അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ പുറത്താക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടക്കാൻ പോകുന്നു എന്ന വാർത്തയെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പൊ പാർലമെന്റിൽ കുറ്റവിചാരണ പോലെയാണ് നടക്കുക. അദ്ദേഹം 2 ദിവസം മുമ്പ് സാറ് വ്യക്തമായി, ഇന്നലെയാണോ വ്യക്തമായി അയാള് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വ്യക്തമായി സാർ വാർത്താ സമ്മേളനത്തിൽ അന്നേരമല്ല ഈ എല്ലാ രാഷ്ട്രീയക്കാരും വാർത്താ സമ്മേളനം കേട്ടിട്ടുണ്ടാവുന്ന എന്റെ ഒരു ആത്മവിശ്വാസം. പ്രതികരിക്കും സാർ, അദ്ദേഹത്തിന് കേസെടുക്കാം സാർ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും UAEയിലെ നമ്മുടെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ആശംസകൾ. അവിടെ നിന്ന് നമുക്കൊപ്പം ചേർന്ന ബ്രഹ്മാനന്ദനും ആശംസകൾ. ഓക്കെ, അപ്പോൾ രഘുനന്ദനൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഷ്ട്രീയക്കാരനെ കണക്കെ സംസാരിക്കുന്നു. രാഹുൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾ ശരിയെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നീക്കം ശരിയാണ് എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണം രാഷ്ട്രീയക്കാരെ പോലെയാണ് എന്ന് പറയുന്നു. ഷിജു എന്നോട് പറയുന്നു, നമസ്കാരം മനു, സുഖമാണോ എന്ന് ചോദിക്കുന്നു. മനു ആർക്കൊപ്പമാണ്? ഇലക്ഷൻ കമ്മീഷനൊപ്പമാണോ അതോ രാഹുൽ ഗാന്ധിക്കൊപ്പമാണോ എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു വലിയ സംഘടിതമായ ഒരു ശ്രമമാണ്. 1 കോടിയിലധികം ആളുകൾ തെരഞ്ഞെടുപ്പ് നടത്താനായി രാജ്യത്ത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. അതിൽ 15-16 ലക്ഷം ആളുകൾ ഈ പല
BLA-മാരായും ഇതിൻ്റെ വോട്ടർ പട്ടിക വെരിഫിക്കേഷൻ പ്രോസസ്സിലൊക്കെ പങ്കാളികളാകുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടങ്ങളിൽ നമ്മളിത് ഉന്നയിക്കുന്നതായിരുന്നു ശരി. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ആക്രമിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിൽ ഒരുപക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ അത്ര കണ്ട് കഴിയില്ല. അത് ഇപ്പോൾ ആര് ഭരിച്ചാലും, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തായാലും അതുപോലെ BJP ഭരിക്കുന്ന കാലത്തായാലും ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മഹത്വം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ ആരെങ്കിലും ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായാലും അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരായാലും അവർക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് പണം പിടിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ഇംപീച്ച്മെൻറ്റ് നടപടി എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുപോലെ ഉള്ള ഒരു അക്കൗണ്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ആണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. അപ്പം അത് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എവിടെയെങ്കിലും തെറ്റായാൽ അത് തിരുത്താം. പക്ഷേ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുമായി തെരുവുകളിലേക്കല്ല ഈ കാര്യത്തെ കൊണ്ടുപോകേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ അപ്പോൾ റെസിഗ്നേഷൻ ഓഫ് അരുൺ ഗോയൽ സെയ്സ് എവറിത്തിങ്. ഓക്കെ, അതൊരു ഒരു ഒരു ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നതാണ്. ഷിജു കിരിയത്ത് പറയുന്നത് ഓൺലി വൺ സിമ്പിൾ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദേ റിമൂവ് ചീഫ് ജസ്റ്റിസ് ഫ്രം ഇലക്ഷൻ കമ്മീഷൻ, ഇറ്റ് സെയ്സ് എവറിത്തിങ്. ഓക്കെ, അപ്പോൾ അത് ചീഫ് ജസ്റ്റിസിന് എങ്ങനെ ഈ നിയമനത്തിൽ പങ്കാളിത്തം ഇല്ലാതായി എന്നതാണ് ചോദ്യം. ഓക്കെ, അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതിന് അവർ ഉത്തരം പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രമോദ് നാണു രേഖാമൂലം പരാതി കൊടുക്കാൻ എന്തിനും അടിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ രാഹുലിൻ്റെ അഫിഡവിറ്റ് കൊടുക്കാൻ പേടിയാണോ എന്ന് ചോദിക്കുന്നു. ബ്രഹ്മാനന്ദൻ കണ്ണടച്ച് ഓട്ടയാക്കുന്നു എന്നാണ് ഷാജി ഭാസ്കർ പറയുന്നത്. 00 വീട്ടിൽ HIJKലിൻ്റെ മകന് ബ്രഹ്മാനന്ദൻ അറിയാമോ എന്നാണ്. അത് അവിടുത്തെ BLOനും അറിയാതെ പോയത് എന്ത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, മിഥുൻ ചേർത്തലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. മിഥുൻ നമസ്കാരം. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നു, പക്ഷപാതപരമായി പെരുമാറുന്നു എന്നൊരാക്ഷേപം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാജയപ്പെട്ടു. ശ്രീ മനു, ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങളെല്ലാം വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളും അതിന്റെ പരാതി ഉന്നയിച്ചിരിക്കുന്നതും. കേട്ട് കാണുമല്ലോ. നമ്മളെല്ലാവരും വാർഡ് വിഭജനവും അതേപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് എന്തുകൊണ്ടാണ് ഇതിപ്പോ കൊടുക്കാൻ സാധിച്ചത്? തെരഞ്ഞെടുപ്പിന് 4-5 മാസം മുമ്പ് തന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിനും 6 മാസം മുമ്പോ 5 മാസം മുമ്പോ ഈ സാധനം ഇവിടെ റിലീസ് ചെയ്യുന്നതാണ്. അന്നേരം ഇത് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്നത് അതൊരു ഫൂളിഷ്നെസ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഞാൻ ബൂത്തിൽ പോയി ഇരിക്കുന്ന ആളാണ്. എനിക്കറിയാവുന്ന ആൾക്കാരായിരിക്കും എന്റെ വീടിനടുത്തുള്ള ബൂത്ത്. ഒരാള് അവിടെ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്ഷേപം ഉന്നയിക്കാൻ ഇലക്ഷൻ സമയത്ത് തന്നെ എനിക്ക് അതിനുള്ള ഓപ്ഷനുണ്ട്. 4-5 രാഷ്ട്രീയ കക്ഷികളാണ് അതിനകത്ത് ഇരിക്കുന്നത്. അവർക്ക് ആർക്ക് വേണേലും ഒബ്ജക്ഷൻ പറയാം. ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമാണെങ്കിൽ വോട്ട് ചെയ്യിപ്പിക്കാതെ വിടും എന്നാണ് എന്റെ അനുഭവം. അതാണ്. ഓക്കെ, പിന്നെ ഇവരുടെ ആക്ഷേപം ഉന്നയിക്കല് 2014 തൊട്ട് ഈ ആക്ഷേപം ഉന്നയിച്ചു തുടങ്ങിയതാണ്. അവർക്ക് കോൺഗ്രസിന്റെ ഒരു ആരോപണം ഞാൻ മിഥുനോട് അതിന്റെ ഒരു മറുപടി ചോദിക്കാൻ. അവർ പറയുന്നത് ഇത് BJP ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അഫിഡവിറ്റ് തരാനോ കേസെടുക്കാനോ ഒന്നും പറയുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അനുരാഗ് താക്കൂറിന് നോട്ടീസ് അയക്കുമോ? അദ്ദേഹവും പറഞ്ഞല്ലോ വയനാട്ടിൽ ഇങ്ങനെ വോട്ട് തട്ടിപ്പൊക്കെ നടന്നെന്ന്. അപ്പൊ തെളിവ് ഹാജരാക്കാൻ നോട്ടീസ് അയക്കുമോ എന്നാണ് ചോദിക്കുന്നത്. തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. അനുരാഗ് താക്കൂറിനോട് ഇത് ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അനുരാഗ് താക്കൂറിന് മാത്രമേ അറിയാവുള്ളൂ. അല്ലാതെ അത് നമുക്കറിയില്ല. കാരണം ഇവിടെ താങ്കൾ വിചാരിക്കുന്നത് ചോദിക്കുമെന്നാണ് അല്ലേ? ഇവിടെ രാഹുലിനോട് ചോദിച്ചിട്ട് അനുരാഗ് താക്കൂറിനോട് എല്ലാവരോടും ചോദിക്കും. എല്ലാവരോടും ചോദിക്കുമല്ലോ, എല്ലാവരോടും ചോദിക്കണമല്ലോ. അതാണല്ലോ ഇവിടുത്തെ ഒരു ഇത്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്ന് ഇലക്ഷൻ കമ്മീഷനും, ഒന്ന് സുപ്രീം കോടതിയും, ഒന്ന് ഭരണഘടനയും, ഒന്ന് മാധ്യമങ്ങളുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്ന ഈ നാടകം ഈ സാധാരണ ജനങ്ങളെക്കാൾ ഒരല്പം കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ വിധേയത്വത്തിന് വഴങ്ങാതെ ചൈനയ്ക്ക് പിന്നാലെ പോയി ഇമ്രാൻഖാനെതിരെ സെയിം ഈ ആരോപണങ്ങളിലൂടെയാണ് ഇറക്കിയത്. ലൂയിസ് ഐലൻഡ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെ ഗതി ഇത് തന്നെ. അമേരിക്ക സൂക്ഷിച്ചിരുന്ന അണുവായുധത്തിന്റെ മേളിൽ കിരാന ഹിൽസിൽ കൊണ്ടേ നമ്മൾ ബ്രഹ്മോസ് ഇട്ടു. അവരുടെ രഹസ്യമായിട്ടുള്ള അണുവായുധ ശേഖരം പബ്ലിക് അറിഞ്ഞു, ലോകം അറിഞ്ഞു. ഇപ്പൊ അവർക്ക് ആവശ്യം ഇവിടെ മോഡിയെ താഴത്തിറക്കുകയാണ്. അത് 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഡോളറിനെതിരെ 50 വർഷത്തിന് അധികം മേൽക്കോയ്മയിൽ ഉണ്ടായിരുന്ന വിസ, മാസ്റ്റർ കാർഡ്. ഈ 2 കാര്യത്തെയും മലത്തി അടിച്ചാണ് UPI വെറും 8 വർഷം കൊണ്ട് കുതിച്ചുയർന്നത്. പിന്നെ 18ഓളം രാജ്യങ്ങൾ ഇന്ന് UPI അക്സെപ്റ്റ് ചെയ്യുന്നു. ബ്രിക്സിലെ തന്നെ പല രാജ്യങ്ങളും രൂപ അതേപോലെ തന്നെ അവരുടെ നാണയങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു.
അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും നമ്മളുടെ ഒരു ഒരു അസോസിയേഷൻ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അമേരിക്ക വിൽ ബി ഇൻ ഡീപ് സ്റ്റേറ്റ് ആണ് അവരുടെ ഇതെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഡീപ് ഹോൾ, വളരെയധികം താഴത്തേക്ക് പോകും. കാരണം മരുന്നുകൾക്ക് അമേരിക്ക എന്നല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയാണ്. ഇന്ത്യ ലോകത്തിന്റെ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അതേപോലെ തന്നെ അവരുടെ, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് SPG കാറ്റഗറി സെക്യൂരിറ്റി ഉള്ളതാണ് അല്ലേ? എയർപോർട്ട് ഒരു പിന്നാലെ പുറത്തേക്ക് എത്ര സ്ഥലത്ത് അദ്ദേഹം ഈ സെക്യൂരിറ്റിയെ യൂസ് ചെയ്യുന്നുണ്ട്? വിദേശ യാത്രകളിൽ ഒരുപാട് നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയാം, രാഹുൽ ഗാന്ധി അങ്ങനെയൊക്കെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന തരത്തിൽ ചെയ്യും. അത് ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവ് ചില വാക്കുകളിലൊക്കെ ചിലപ്പോൾ വിയോജിപ്പുണ്ടാവും, അല്ലാതെ അദ്ദേഹം അല്ലല്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതേപോലെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവാണ് സുപ്രിയ സുലെ, അതേപോലെ തന്നെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ് മോഡിയുടെ ഏറ്റവും വലിയ വിരോധിയായിട്ടുള്ള കനിമൊഴി, അതേപോലെ തന്നെ എതിർവശത്തിരിക്കുന്ന ആളാണ് ശശി തരൂര്, അതേപോലെ തന്നെ എത്രയോ പേരുണ്ട്, ഈ രാജീവ് ശുക്ല MP. ഈ അമേരിക്ക പറയുന്നു നമ്മള് നമ്മളുടെ ഡെഡ് എക്കണോമിയാണ്, അത് ഏറ്റുപഠിക്കാൻ വേണ്ടി ഒരേ ഒരു പ്രതിപക്ഷ കക്ഷിയെ, ഒരേ ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇന്ത്യയിൽ ഉണ്ടായുള്ളൂ. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലൊക്കെ അങ്ങനെ ആ തരം വിമർശനങ്ങൾ ഉന്നയിക്കും ഞാൻ. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്, ആരോപണങ്ങൾ ഉണ്ടാവും കേട്ടോ, അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ഉണ്ടാവും. അവർ തിരിച്ചു രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ചേർത്തലക്കാരനാണ്. ഓക്കെ, എന്റെ ഹൈവേയിലൂടെ എനിക്ക് തുറവൂര് തൊട്ട് അരൂര് വരെയുള്ള എന്റെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ടേക്ക് മിനിമം 2 to 3 hours ചില സമയങ്ങളിൽ. സാധാരണ ബാക്കി എല്ലായിടത്തും കാര്യത്തിലേക്ക് പെട്ടെന്ന് വരും. അല്ല, ഞാൻ പറഞ്ഞ അതിനെതിരെയല്ലേ സംസാരിക്കേണ്ടത്. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയത്തിനെതിരെയല്ലേ പ്രതിപക്ഷം സംസാരിക്കേണ്ടത്. ഇങ്ങനെ ഞാൻ വേറൊരു കാര്യത്തിൽ ഞാൻ ഇതിനെ അനുമോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ കുറെ തട്ടിപ്പുകൾ ഇതിന്റെ ഭാഗമായി നടന്നതൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി കുറച്ച് പറഞ്ഞു, അനുരാഗ് ഠാക്കൂർ കുറച്ച് പറഞ്ഞു, ലീഗ് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പുറത്തു കൊണ്ടുവരുന്നു, CPM പുറത്തു കൊണ്ടുവരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ നിസ്സാരമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ വൈഫിന് ചേർത്തലയിലായിരുന്നു ഇത്രയും ദിവസം വോട്ടുണ്ടായിരുന്നത്. ഈ വോട്ടിന് എന്റെ വീടിന്റെ അടുത്ത് പണാവളിയിലേക്ക് മാറ്റി. ഇപ്പൊ 2 സ്ഥലത്ത് വോട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഡിലീഷനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം അതല്ലെന്ന്, ഈ ആളുകളുടെ പേരും രക്ഷിതാവിന്റെ പേരും ഒക്കെ ABCD എന്നൊക്കെ അടിച്ച് കയറ്റുകയും അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ശ്രദ്ധയിൽ വന്നല്ലോ. അതിനൊരു വലിയ നേട്ടമായി അഡ്രസ്സിനകത്ത് അഡ്രസ്സിനെ പറ്റിയിട്ട് 0 എന്ന അഡ്രസ് വരുന്ന എന്തുകൊണ്ടാണെന്ന് അച്ഛന്റെ അമ്മയുടെയും പേരിന്റെ അടുത്ത് ABCD വരുന്നത്. അതിനകത്തൊരു വ്യക്തമായിട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഹെറിഡിറ്ററി ലീഗലി ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അല്ല, അവർക്കൊരു ഒരു കസ്റ്റോഡിയൻ ഉണ്ടാവും, ഒരു വാർഡ് ഉണ്ടാവുമല്ലോ, അവരെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുന്നത് മുഴുവനും കേരളത്തിൽ. അല്ല, അങ്ങനെ ഇല്ലെങ്കിൽ നോക്കൂ, അല്ല ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഇപ്പൊ ഒരാൾക്ക് ഒരു ഓർഫൺ ആണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ആ കോളത്തിൽ എന്തെങ്കിലും എൻട്രി ചെയ്യണമല്ലോ. അദ്ദേഹത്തിന്റെ രക്ഷകർത്താവ് എന്നിടത്ത്, അല്ല പറയട്ടെന്നേ, അങ്ങത് കേൾക്കൂ, അങ്ങോട്ടും കൂടി കേൾക്കും. രക്ഷകർത്താവ് എന്ന തരത്തിൽ ഇപ്പോൾ ഒരാളില്ലാത്ത ഒരാൾ അവിടെ എന്തെങ്കിലും എൻട്രി ചെയ്യണമല്ലോ. ഇപ്പോൾ പലയിടത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്നെഴുതും. ചിലപ്പോൾ അപ്പോൾ അച്ഛൻ്റെ പേര് ചോദിക്കുന്നിടത്ത് സിംഗിൾ മദേഴ്സ്, അതായത് ഇപ്പോൾ നമുക്ക് പലയിടങ്ങളിൽ അങ്ങനെ സിംഗിൾ മദേഴ്സായിട്ട് അച്ഛൻ്റെ പേര് പറയാത്ത അല്ലെങ്കിൽ പറയണ്ട എന്നാഗ്രഹിക്കുന്ന അമ്മമാരുണ്ടാകും. അങ്ങനെയുള്ളവരുടെ പേരുകളുണ്ടാകും. അപ്പോൾ അവിടെ അമ്മയുടെ പേര് എഴുതും. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു രക്ഷകർത്താവ് ഉണ്ടാവും. അതില്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം അതിൽ ഏർപ്പെടുത്തണം എന്നുള്ളൊരു വിഷയം ഇപ്പോൾ പുറത്തു വന്നില്ലേ? പക്ഷേ ഇത്രയും അനാഥരെങ്ങനെ ഈ പട്ടികയിൽ ഉണ്ടായിപ്പോയെന്നുള്ളതും കൂടി എന്നെ പലരെയും ആശ്ചര്യപ്പെടുത്തുന്നു കേട്ടോ. എനിക്ക് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. ശരി, ഓക്കെ, നമുക്ക് വീണ്ടും സംസാരിക്കാം. പ്രസന്നൻ മാളയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രസന്നൻ, ഈ ഇംപീച്ച്മെൻറ്റ് നടപടികൾ ഒരു വലിയ പ്രയാസകരമായ നടപടിയാണ്. അത് ജയിക്കാൻ പോകുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ ഭരണപക്ഷത്തിന് ആവശ്യമായ മേൽക്കൈയൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെ തെറ്റായ ഒരു സൂചന നൽകുമോ, അതോ അത് വളരെ ക്രിയാത്മകമായ ഒന്നായി കാണാൻ കഴിയുമോ? നമസ്കാരം സർ. നമസ്കാരം. അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങാനുള്ള വസ്തുത ഇതുവരെ തെളിഞ്ഞു വന്നതായിട്ട്
ഒരാൾക്കും മനസ്സിലായിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ മുന്നൊരു ജഡ്ജിയുടെ കാര്യം പറഞ്ഞ് നമ്മളത് കണ്ടു, നേരെ കണ്ടു, ടി വിയിൽ കണ്ടു. ആ നോട്ടൊക്കെ റൂമിലൊക്കെ ഒളിപ്പിച്ചു വെച്ചതൊക്കെ അത് നമ്മൾ കണ്ടു, ജനങ്ങൾക്ക് ബോധ്യമായി. ഇത് അതുപോലെ ഒരു ബോധ്യം വരുന്ന രീതിയിൽ അങ്ങേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിയമം പുലരുന്ന വിധങ്ങള് അതിനെ ലംഘിച്ചതായിട്ടോ അതിന് ലംഘനം നേരിട്ടതായിട്ടോ സാധാരണഗതിയിൽ ആർക്കും എന്താ പറയുക തോന്നിയിട്ടില്ല. ആണുങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ പോലെ പറയണ്ടേ, വെറുതെ അങ്ങനെ ഓടിച്ചു പോയാൽ പോരാ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കള്ളം കയറി, നമ്മളൊരു പരാതി കൊടുക്കണം, അല്ലാണ്ട് പോലീസുകാർ അന്വേഷിച്ചു കൊടുക്കും. ആരെങ്കിലും വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിറങ്ങുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലില്ല. നമ്മൾ പരാതിപ്പെടണം പോലീസ് സ്റ്റേഷനിൽ. അത് വെറും പരാതിപ്പെട്ടാൽ പോരാ, ഇന്ന സാധനങ്ങൾ വാച്ച് പോയി, മാല പോയി, അത് ഇത്ര പവന്റെ മാല പോയി വിശദീകരിച്ച് കൊടുക്കണം. നമുക്കറിയാവുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കണം. 2, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ഇലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP ഉദ്യോഗസ്ഥന്മാർ അല്ലല്ലോ, ആണോ? അല്ല. ഓരോ സംസ്ഥാനത്ത് ഇപ്പൊ കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, കേരളം ഭരിക്കുന്നത് LDF ആണ്. ഇവിടെയൊക്കെ കൃത്രിമം നടത്താൻ ഏകപക്ഷീയമായിട്ട് BJPക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ ഈ പോളിംഗ് നടക്കുന്ന പ്രദേശത്തേക്ക് നമുക്കൊരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റില്ല, അത്രയും ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് മറ്റേ പാർട്ടികളുടെ അംഗങ്ങൾ എല്ലാവരും വെരിഫൈ ചെയ്ത് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തി വോട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അവിടെ എന്താ പറയാ, വരാനുള്ള തെറ്റുകൾ പറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ എന്തെങ്കിലും കാരണത്തിൽ എങ്ങനെയെങ്കിലും വരണമെങ്കിൽ അത് നിങ്ങൾ പറയൂ എന്നല്ലേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതൊരു പരാതിയായിട്ട് കൊടുക്കുക തന്നെ വേണം. അതിന് അല്ലാതെ വേറെ മാർഗമൊന്നും നമ്മുടെ നാട്ടിൽ നിയമമില്ല. ആരായാലും എന്തായാലും പരാതി കൊടുക്കുക തന്നെ വേണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സിന്ധു മോഹൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് പിങ്ക് ഹൃദയങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. സിന്ധു മോഹൻ എൻ്റെ അഭിവാദ്യങ്ങൾ. പൊതുവേദിക്കൊപ്പം ചേർന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. കിഷോർ കോന്നി എനിക്ക് ഹായ് പറയുന്നുണ്ട്. കിഷോർ കോന്നിക്കും എൻ്റെ ഹായ്. അപ്പോൾ പിന്നെ പ്രമോദ് നാണു രേഖാമൂലം പരാതി കൊടുക്കുന്നത് എന്തിനു മടിക്കുന്നു എന്ന് ചോദിക്കുന്നു. പിന്നെ അതേസമയം ഗ്ലാഡിയേറ്റർ പറയുന്നു ഇലക്ഷൻ അട്ടിമറിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. ഷാജി ഭാസ്കർ പറയുന്നു തൃശ്ശൂരിൽ ഒടുവിൽ ലിസ്റ്റ് വന്നപ്പോൾ ഉള്ള തെറ്റിനെതിരെ കേസ് കൊടുത്തു, അന്വേഷണം നടന്നില്ല എന്നാണ് പറയുന്നത്. ഓഹോ, അങ്ങനെ ഉണ്ടായി. അതൊരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ കാടടച്ച് വെടിവെക്കുകയാണ് മിഥുൻ എന്നൊക്കെ അദ്ദേഹം, മിഥുൻ്റെ ഇതിനോട് യോജിപ്പില്ല. ഓക്കെ, സാരമില്ല. അപ്പോൾ ന്യൂ തിങ്കർ രാഹുൽ ഈസ് നോട്ട് സ്കേർഡ്, സോ ഹി വിൽ റൈസ് ക്വയറീസ്, റെസ്റ്റ് ഓൾ നോട്ട് ഡെയർ ടു റൈസ് എനിത്തിങ് എന്ന് ഷിജു പറയുന്നു. ഓക്കെ, ന്യൂ തിങ്കർ എന്നോട് പറയുന്നത് രാഹുലുമായി കൂട്ടുകൂടിയ ട്രംപ് ഉടൻ മുടിയും എന്നാണ് പറയുന്നത്. ദ ബോഡി ലാംഗ്വേജ് ഓഫ് ജ്ഞാനേഷ് കുമാർ ലുക്സ് ഫിയർഫുൾ വൈൽ എക്സ്പ്ലെയിനിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എന്നാണ് ഷിജു. അപ്പോൾ ശക്തിമാൻ പറയുന്ന അനാഥരാണെങ്കിൽ ഗാന്ധി എന്ന് വെച്ചാൽ മതി, ആരും ചോദിക്കില്ല എന്നൊക്കെ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ദിവാകരൻ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടി വന്നാൽ അത് ഏത് തരത്തിലൊരു ചിത്രമായിരിക്കും ലോക ജനതയ്ക്ക് മുന്നിൽ ഈ നാടിന് നൽകുക? ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് തന്നെ നീങ്ങേണ്ട രീതിയിലാണ് ഉള്ളത്. അതായത് രാഹുൽ ഗാന്ധി പിന്നെ പ്രകടിപ്പിച്ച ഇതില്ലേ വോട്ടർ പട്ടികയിൽ LMNOP പേരൻസിന്റെ സ്ഥലത്ത് LMNOP UBWABCD ആ അക്ഷരമാലകൾ അതുകൂടാണ്ട് സീറോ ആണെങ്കിൽ ആ താമസിക്കുന്ന വീട്ടിലെ കെയർ ഓഫ് വെച്ചിട്ട് അവരെ അഡ്രസ്സ് വേണ്ടേ, അതില്ല. അതെല്ലാം ശരിയായില്ല, ബഹുമാനപ്പെട്ട കോടതിയിലെ തെളിവല്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ സ്ഥാപനത്തിൽ നടത്തുന്ന കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ CCTV ക്യാമറ, അതായത് ഭരണം തീരുന്നവരെ അതിന് സാങ്കേതിക വിദഗ്ധന്മാർക്ക് കണ്ടുപിടിക്കുന്ന രീതിയിൽ അതെല്ലാം മാറ്റി. അപ്പോ അതെല്ലാം ഈ രാഹുൽ ഗാന്ധിന്റെ ബുദ്ധി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ ബുദ്ധിയിലല്ലേ സാറേ അത് നീങ്ങുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ അദ്ദേഹം വൈകിപ്പോയ ഒരു 45 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യായിരുന്നല്ലേ? അതെ സാറേ. അപ്പോ അതുമല്ല ഈ കാര്യങ്ങൾ കൃത്യമാണ് താങ്കൾ പറഞ്ഞ മനസ്സിലായി. എനിക്ക് ഒരു പ്രശ്നം കൂടിയുള്ളതാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പല ആരോപണങ്ങളുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്നത് പോലെ BJPക്കെതിരെ വരുന്നില്ല എന്നാണ് അവരിതിനൊരു പ്രതിരോധമായി ഉയർത്തുന്നത്. അനുരാഗ് താക്കൂർ പറയുന്നു വയനാട്ടിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. എന്താണ് അനുരാഗ് താക്കൂറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സത്യവാങ്മൂലം വേണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടാത്തത്? എന്താണ് അദ്ദേഹത്തിനോട് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടാത്തത്? സർ നമസ്കാരം. നമസ്കാരം.
ഈ രാഹുൽ ഗാന്ധിയും അനുരാഗ് താക്കൂറും തമ്മിലുള്ള വ്യത്യാസം സാറിന് അറിയില്ലേ? വ്യത്യാസം ഉണ്ടാവും, പക്ഷെ രണ്ടുപേരും പറഞ്ഞത് ഏതാണ്ട് ഒരേ കാര്യമല്ലേ? അത് അങ്ങനെയാ സാർ. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ലേ സാർ? അപ്പൊ ഇതേ ഒരു MP അല്ലേ? MP ആണ്. അദ്ദേഹത്തോട് ചോദിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചോദിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, ഞാൻ അതും കൂടി ചോദിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? ചോദിക്കണം. അപ്പൊ പിന്നെ കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടും വേഗം മേടിക്കണം ഇലക്ഷൻ കമ്മീഷൻ. ഇത് കണ്ടവർക്ക് വയ്യെ പോയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണ സംവിധാനത്തെയും അവഹേളിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി എല്ലാ തെരഞ്ഞെടുപ്പിനും വിളിക്കുന്ന പണിയായിരുന്നു. അല്ല, അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇതേ ഉന്നയിക്കുമ്പോ അത് ഇന്ത്യൻ ഭരണ തെരഞ്ഞെടുപ്പിനെ അവഹേളിക്കുന്നതല്ലേ? ആര്? താക്കൂറോ? താക്കൂറിനോട് ചോദിക്കണം ഏതാ. അപ്പൊ അതെന്താ നിങ്ങൾ അത് പറയാത്ത? അതും ഭരണഘടന അവഹേളിക്കുന്നതല്ലേ? സാർ ഞാൻ പറഞ്ഞല്ലോ, താക്കൂറിനോട് വേഗം ചോദിക്കണം സാർ. പ്രതിപക്ഷ ഞാൻ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി എല്ലാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ തേണ്ടി ഒരു 99 സീറ്റ് അബദ്ധവശാൽ ജനങ്ങൾക്ക് ഇന്ത്യ രാജ്യം മഹാരാജ്യം ജനങ്ങളോട് അബദ്ധവശാൽ ചെയ്തു പോയി. ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്രാവശ്യം കിട്ടി. ഇപ്രാവശ്യം രാജ്യത്ത് ലോകരാഷ്ട്രങ്ങളിൽ മാറ്റുന്നല്ലേ ഈ പ്രതിപക്ഷ നേതാവ്? അദ്ദേഹം പറയുന്നത് എന്താ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന് നമ്മളിപ്പോ ആരോപിക്കല്ലോ വേണ്ട. അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ള മറുപടി എന്തെന്നല്ലേ ഞാൻ ചോദിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ഇലക്ഷനിൽ ഇനി വിദേശ രാജ്യങ്ങൾ മറ്റു അന്യ രാജ്യങ്ങൾ ഇപ്പൊ എങ്ങനെയാ നോക്കിക്കാണുന്നത്? മുഴുവൻ തട്ടിപ്പാണെന്നുള്ള രൂപത്തിലല്ലേ ഈ പ്രസ്താവന കൊണ്ട്? ഞാനങ്ങനെയാ മനസ്സിലാക്കിയത്. ഇവിടെ പലർക്കും തൃശ്ശൂർ സുരേഷ് ഗോപി, അതാണ് എനിക്ക് ഈ ബാലകൃഷ്ണൻ വടകരയുടെ ആ നിലപാടാണ് മനസ്സിലായത്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ ചില കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങൾ മുഴുവൻ ഇതാ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അനുരാഗ് താക്കൂർ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് വിദേശ രാജ്യങ്ങൾ ചിന്തിക്കുന്നു. അത് ഏത് വിദേശ രാജ്യമാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞത് അനുരാഗ് താക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അത് ചോദ്യം രേഖ മേടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവരെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർക്ക് കൃത്യമായ രേഖ ഹാജരാക്കാൻ പറ്റിയില്ല, നടപടി എടുക്കണം. കാരണം ഇതൊന്നും തോന്നിയാസല്ല. പിന്നെ വേറൊരു ചുരുക്കത്തിലൊരു മലയാളത്തിലൊരു കാര്യം പറയട്ടെ സാർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഇവർക്കൊരു കുട്ടി ലാളിച്ച് വളർത്തുന്ന ഒരു ഓമന കുട്ടി മരിച്ചാൽ നമുക്കില്ലൊരു ഓർമ്മയില്ല, ഉറക്കം കിട്ടക്കില്ല വർഷങ്ങളോളം. അതുപോലത്തെ ഒരു വേദനയില്ല കിടക്കും പലതും. അതവർ ഞെട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. അത് കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 29-ലും സുരേഷ് ഗോപി ജീവനോടുണ്ടെങ്കിൽ വരും, 34-ലും ജീവനോടെ സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ തൃശ്ശൂരിന് സുരേഷ് ഗോപി മാത്രമേ പോകൂ. സുരേഷ് ഗോപി മാത്രമല്ല, ഇവരുടെ ചൊറിച്ചിലിന് സമയമായിട്ടില്ല. ഇവർ എന്നും വോട്ടിംഗ് അടുത്ത തവണ സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിയെന്ന് അങ്ങ് ഉറപ്പിക്കുകയാണ് അല്ലേ? അതിന് സംശയം ഇല്ലെങ്കിൽ കേരളത്തിൽ BJP ഉണ്ടോ? ശരി ഓക്കെ. കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് ഇംപീച്ച്മെന്റ് നടപടി അത് ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു രാജ്യത്തിൻ്റെ, ഒരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ, നമ്മളെല്ലാം മേനി പറയുന്നൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ കുറ്റവിചാരണയാണ്. അത് ജയിക്കില്ല എന്നുള്ളത് ഇപ്പോൾ വോട്ടുകളുടെ കണക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് സ്വാഭാവികമായും ഈ നാട്ടിലെ വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഈ BJPയുടെ മിഥുൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചപ്പോ പറഞ്ഞത് ഈ മോഡി സർക്കാരിന്റെ നേട്ടങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടിയതിൽ അസൂയ പൂണ്ട ആൾക്കാരുണ്ടാക്കുന്ന ഒരു കുഴപ്പമാണ് ഈ ആരോപണങ്ങളെന്നാണ്. അങ്ങനെ കുമിഞ്ഞുകൂടി എന്തോ നേട്ടങ്ങൾ ഇരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും പട്ടിണി കൂടിയ 5 രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് ഇന്ത്യ എന്നാണ് റിപ്പോർട്ട്. പിന്നെന്തോന്ന് നേട്ടം? അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ജീവിത നിലവാര സൂചിക. അതിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്ട് 130 മറ്റോ. പട്ടിണി രാജ്യങ്ങളിലെ വളരെ ദയനീയ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ആളോഹരി വരുമാനത്തിൽ ഏറ്റവും ദയനീയമാണ് ഇന്ത്യയുടെ സ്ഥിതി. പിന്നെന്തോന്ന് നേട്ടങ്ങള് കണ്ട് അസൂയപ്പെടാനായിട്ട്? ഒരു നേട്ടവും ഇല്ലെന്ന് BJPക്കാരോട് ആദ്യം തന്നെ പറയുന്നു. ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു കാര്യം. പിന്നെ ഈ ജ്ഞാനേഷ് കുമാർ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം, അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് പഴയൊരു പാട്ടാണ്. വെറും ഒരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലെന്നാണ്. അപ്പൊ ചോദ്യം ഉണ്ടായിരുന്നു, പശുവിനെ മോഷ്ടിച്ചതോ? പശുവിനെ മോഷ്ടിച്ചെങ്കിൽ അത് പാല് കുടിക്കാനായിരുന്നല്ലോ എന്നാണ് ന്യായം. അതേ സംഭവങ്ങളുടെ അതേ പൊട്ടന്യായങ്ങളാണ് ഈ ഇലക്ഷൻ കമ്മീഷണർ ഇന്നലെ പറഞ്ഞത്. വീടില്ലാത്തവർക്ക് അതോ മോഡിയുടെ നേട്ടം ഇപ്പം BJPക്കാർ പറഞ്ഞില്ലേ? പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ എന്താ പറഞ്ഞത്? ഇന്നലെ പത്രസമ്മേളനം ശ്രദ്ധിച്ചിരുന്നില്ലേ? കോടിക്കണക്കിന് ആൾക്കാർ വീടില്ലാത്തവരുണ്ടെന്നൊരു വാചകം പറഞ്ഞിരുന്നു ഈ ഇലക്ഷൻ കമ്മീഷണർ. അതിനെപ്പറ്റി BJPക്കാരെന്ത് പറയുന്നേ? കോടിക്കണക്കിന് ആൾക്കാരെന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് വീടില്ലാത്തതെന്നല്ലെന്നേ ഞാനത് വീടില്ലാത്തത് എന്നല്ല പറഞ്ഞത്. അതായത് പല ഗ്രാമങ്ങളിലും വീട്ടു നമ്പറുകൾ കൊടുത്തിട്ടില്ല, അങ്ങനെയാണോ?
പല ഗ്രാമങ്ങളിൽ വീടില്ലാത്ത ആളുകൾ റോഡിൽ താമസിക്കുന്നു എന്നല്ല പറയുന്നത്. പല ഗ്രാമങ്ങളിലും വലിയ വിഭാഗം ആളുകൾക്ക് ഇത് കൊടുത്തിട്ടില്ല, വീട്ടിന്റെ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പൊ അവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ കോടിക്കണക്കിനുള്ള ഒരു വാചകം പറഞ്ഞില്ലയോ? അത് തന്നെ, അത് നൂറുകണക്കിന് ആളുകൾക്ക് അല്ല, അങ്ങനെ തന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടത്. കോടിക്കണക്കിന് ആളുകൾ റോട്ടിൽ നിൽക്കുക അല്ല ഉണ്ടാവും. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വീട്ടു നമ്പറിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് തെരുവിലിറങ്ങുന്ന ആൾക്കാരുണ്ട്, അവരുടെ പേരാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അല്ല, അവർക്ക് വീട്ടിന് നമ്പർ ഉണ്ടാകില്ല. അപ്പൊ പല ആളുകൾക്കും വീടുണ്ടാകും. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പലതരം വീടുകളാണ്. അപ്പോൾ അങ്ങ് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ എല്ലാറ്റിനും അങ്ങനെ നമ്പറില്ല. ചിലരൊക്കെ അങ്ങനെ താമസിക്കുന്നു. അങ്ങനെ കൃത്യമായി ഫോം പൂരിപ്പിച്ച് നമ്മുടെ മലയാളികളെ പോലെ ഇതെല്ലാം രേഖകൾ കറക്റ്റാക്കി വെക്കുന്ന ആളുകളും കുറവാണ് ഉത്തരേന്ത്യയിൽ. പലർക്കും വിദ്യാഭ്യാസം ഒക്കെ ഇങ്ങനെ കുറച്ച് സ്കൂളിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനത്തെയൊക്കെ ഒരു അറിവ് കുറവാണ്. തർക്കം ഒഴിവാക്കാനും സമയം ലാഭിക്കാനും വേണ്ടി ഞാനങ്ങ് സമ്മതിച്ചു തന്നാൽ പോലും അച്ഛന്റെ പേരോ? വേണ്ട, സമയമൊന്നും ലാഭിക്കണ്ട, അങ്ങനെ ഇഷ്ടംപോലെ സമയമുണ്ട്. അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് എങ്ങനെയാ പറയാ? അതാണ് എന്നെയും ആശ്ചര്യപ്പെടുത്തിയത്. അച്ഛന്റെ പേര് അച്ഛനില്ലാത്തവരാണോ? ഈ അച്ഛന്റെ പേര് അറിയുമില്ലാത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് രേഖപ്പെടുത്താൻ പറ്റാത്തവരോ ആയിട്ട് ഒന്നോ രണ്ടോ പേര് കണ്ടേക്കാം. പക്ഷെ എത്രയോ ആളുകളാണ് ഈ ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ പണ്ടത്തെ ഇലക്ഷൻ കമ്മീഷണറെ ഓർക്കണം, TN ശേഷൻ. ആ കാലം ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നു മുതലാണ് ഇന്ത്യക്കാർ വിശ്വസിച്ച് തുടങ്ങിയത് ഇലക്ഷൻ നടത്തുന്നത് ഭരിക്കുന്ന സർക്കാരല്ല, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ബോഡിയുണ്ട്, അവരാണ് ഇലക്ഷൻ നടത്തുന്നതെന്നും ജനത്തിന് മനസ്സിലായ അന്നുമല്ല. അതുവരെ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് ഇലക്ഷൻ നടത്തുന്നതെന്നായിരുന്നു. ശേഷനാണ് കാണിച്ചു കൊടുത്തത് അത് വേറെ ഇത് വേറെ എന്ന്, പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന് കാണിച്ചു കൊടുത്തത് അവരായിരുന്നു. ഈ ജ്ഞാനേഷ് കുമാർ ഇന്നലെ കാണിച്ചത് എന്താണ്? ജ്ഞാനേഷ് കുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മിനിറ്റ്, അന്നു മുതലാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ വെക്കുമ്പോൾ വളരെ സൂക്ഷിച്ചേ വെക്കാവൂ എന്ന് തീരുമാനിച്ചതും അന്നു മുതലാണെന്നൊരു തമാശ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അന്നു മുതലാണ്. പക്ഷെ അതിനകത്ത് വെള്ളം ചേർത്തു ഈ പ്രാവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്നതിനകത്ത് സുപ്രീം കോടതി ജഡ്ജി വേണ്ടെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാ? കേന്ദ്ര ഗവൺമെന്റ് സൗകര്യം പോലെ കൈകടത്താൻ വേണ്ടിയിട്ട്. ഈ ജ്ഞാനേഷ് കുമാർ ആരാ? അമിത്ഷായുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ആളല്ലേ? അല്ല, അത് പക്ഷെ ഒരു IAS ഉദ്യോഗസ്ഥൻ ആരുടെയൊക്കെ സ്റ്റാഫിൽ ഉണ്ടാകുന്നത്. അത് പിണറായിയുടെ സ്റ്റാഫാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റാഫാണെന്ന് പറയാൻ പറ്റും. അല്ലല്ല, ഇന്നലത്തെ വാർത്താ സമ്മേളനം കണ്ടാൽ മനസ്സിലാവും അത് ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആയിരുന്നില്ല. ശരിക്കും എനിക്ക് അതിൽ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ, അതായത് സസാറമ്മിൽ നിന്ന് യാത്ര തുടങ്ങുന്നു, പറ്റ്നയിലേക്ക് 16 ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൈക്ക് കെട്ടിവെച്ച് ചീത്ത പറയാൻ പോവുകയാണ്, കുറ്റപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവരൊക്കെ ഒരു ഇതുപോലൊരു ജനാധിപത്യ രാജ്യത്ത് അവർക്കൊരു പ്രതിരോധിക്കാൻ ഒരു സാഹചര്യം ഇല്ലാതായാൽ എന്ത് ചെയ്യും? അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധിക്കണം, തീർച്ചയായിട്ടും പ്രതിരോധിക്കണം. സത്യത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം, നമ്മുടെ സാമാന്യ ബുദ്ധിയുടെ ദഹിക്കുന്ന രീതിയിലായിരിക്കണം പറയുന്നത്. ഇന്നലെ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത്? ഈ ഇതിന്റെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കാൻ പറ്റില്ല എന്ന് എന്തിനാ പറഞ്ഞത്? സുപ്രീം കോടതി ഉത്തരവുണ്ടെന്നുള്ളതുകൊണ്ട്. അത് സുപ്രീം കോടതി ഉത്തരവുണ്ടെങ്കിൽ കമ്മീഷൻ തന്നെ അത് ഉത്തരവ് മാറ്റിക്കണം. എന്തെന്ന് വെച്ചാല് കമ്പ്യൂട്ടർ വഴി ചെക്ക് ചെയ്താൽ എന്താ കുഴപ്പം? അല്ല, അത് നമ്മുടെ ഡാറ്റ അങ്ങനെ മുഴുവൻ ആളുകളുടെയും ഈസിയായി വെബ്സൈറ്റിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത് പ്രതിസന്ധിയാണ്. അത് മിഷൻ റീഡ് ചെയ്താൽ പ്രതിസന്ധിയാണെന്ന് സുപ്രീം കോടതിന്റെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നത്. അത് മാറ്റാതിരിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അത് വോട്ടർ സുതാര്യത എന്ന ആശയം കേട്ടിട്ടല്ലേ സുപ്രീം കോടതി അങ്ങനെ തീരുമാനിച്ചത്. നമ്മൾ അതുകൂടി അല്ല, അങ്ങനെയല്ല. കമ്പ്യൂട്ടർ അങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഡാറ്റ വളരെ ഈസിലി റീഡബിളായി അവൈലബിൾ ആയാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ചോർച്ച എന്ന് പറഞ്ഞായിരിക്കും പിന്നെ അടുത്ത പ്രശ്നം വരുന്നത്. അത് എന്റെ ന്യായമല്ല, സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു കേസ് വന്നു. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കേണ്ടത് പ്രിന്റിൽ ഈ സാധനം കിട്ടുമെങ്കിൽ കമ്പ്യൂട്ടറിൽ കിട്ടാനാണോ കുഴപ്പമാകുന്നത്? അല്ലെന്ന്, കമ്പ്യൂട്ടറിലും പ്രിന്റിലും ഇത് കിട്ടും. പക്ഷേ ഇപ്പൊ നോക്കൂ, ഒരു നാട്ടിൽ എത്ര സുരേഷ് കുമാർ വോട്ട് ചെയ്തു എന്നൊക്കെ ഇത് മെഷീൻ റീഡബിൾ ആണെങ്കിൽ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര സുരേഷ് കുമാരുണ്ട്, അല്ലെങ്കിൽ എത്ര ഒരു വിഭാഗത്തിലെ ആളുകളുണ്ട്, എത്ര ഒരു വിഭാഗത്തിലെ ആളുകൾ വോട്ട് ചെയ്തു, അങ്ങനെ 100,000 കാര്യങ്ങൾ ഇത് ദുരുപയോഗം ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. അത് കണ്ടുപിടിച്ചാൽ അതല്ലേ സുതാര്യത എന്ന് പറയുന്നത്, കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ. അത് വേറൊരാൾക്ക് അത് ദുരുപയോഗം ചെയ്യാം. ഒരു നാട്ടിൽ എത്ര ഇന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ എത്ര വയസ്സുള്ള ആളുകളുണ്ട്, അതൊക്കെ പിന്നെ വിപണന താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇത് ചോർത്തും, അങ്ങനെയൊക്കെ. അതിനെയാണല്ലോ നമ്മള് ഈ ഡാറ്റ ചോർച്ച എന്ന് പറഞ്ഞ് വേളം വെച്ചത്. ആളുകൾ എന്തിനാ
അങ്ങനെ പറയരുത്. ഇപ്പൊ എന്റെ മുമ്പിൽ ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇരിപ്പുണ്ട്. ഞാൻ അത് കുറച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്ക് അത് അറിഞ്ഞിട്ടാണ് പിന്നെ തർക്കിക്കുന്നത്. നിങ്ങൾക്കൊരു ചെറിയ സ്ഥലത്തിന്റെ വോട്ടർ ലിസ്റ്റ് കിട്ടുന്നത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഡാറ്റ വിരൽത്തുമ്പിൽ കിട്ടുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നൊരു തർക്കം സുപ്രീം കോടതി നടന്നല്ലേ? എന്റെ ഇരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് അത് എന്നാൽ അങ്ങേ ഒരു പണിയുണ്ട്. ഈ സുപ്രീം കോടതിയുടെ ഈ കേസിൽ കക്ഷി ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഞാനിപ്പോ അതെന്താ പറയുക, എന്നെ സംബന്ധിക്കുമ്പോൾ അങ്ങനെയാണ്. രാജ്യത്തിന് മുഴുവൻ ആളുകളുടെയും ഡാറ്റ ഈസിയായി വേറൊരാൾക്ക് അവൈലബിൾ ആകും. അതൊരു ബൂത്തിൽ കിട്ടുന്നുണ്ടല്ലോ എന്നൊരു ന്യായീകരണം പറഞ്ഞ് രാജ്യത്തിന് മുഴുവൻ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇനി അടുത്തതിലേക്ക് പോയാൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ വേറൊരു വാചകമുണ്ട്, ഞങ്ങളെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തരുതെന്ന്. അതൊരു ഫ്രേസ് ആണ്. ഗൺ പോയിന്റ് എന്ന് പറഞ്ഞ തോക്ക് രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ടേ കാണിച്ചു എന്നല്ല. അതന്നെ, അതൊക്കെ രാഷ്ട്രീയക്കാർ നടത്തുന്ന അങ്ങനെയല്ല, അതൊക്കെ അല്ല, അതൊരു ഫ്രേസ് ആണ്. നമ്മളിപ്പോ കയ്യും കണക്കുമില്ല എന്ന് പറഞ്ഞാൽ കൈയില്ല എന്നല്ല അർത്ഥം. കയ്യും കണക്കുമില്ല എന്ന് പറഞ്ഞാൽ കണക്കില്ല എന്നാണ് അർത്ഥം. അതിപ്പോ വേറെ കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ സുരേഷ് ഗോപിയും തമ്മിൽ എന്താ വ്യത്യാസം? സുരേഷ് ഗോപി പറഞ്ഞു അങ്ങനെയല്ല, അത് നമ്മൾ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്. ഇപ്പൊ നമ്മൾ എത്രയോ ആളുകൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ വി കൻ ഓൺലി ടേക്ക് ഇറ്റ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയും. അപ്പൊ ഉപ്പ് കൂട്ടി തിന്നാന്നാണ് അതിന്റെ അർത്ഥം. അവിശ്വസനീയം എന്നാണ് അത് അർത്ഥം. അത് ഭാഷ അറിയുന്നവർക്ക് അറിയാം. ശരി, അതായത് നമുക്ക് കൂടുതൽ സംസാരിക്കാം. എൻ്റെ ഒരു അടുത്ത പ്രേക്ഷകനിലേക്ക് ഞാൻ പോകും. നമ്മൾ എന്തായാലും ഉണ്ടല്ലോ, തർക്കമുണ്ട്. ഓക്കെ, ശരി. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, അങ്ങ് കോൺഗ്രസ് കാരനാണ്, അതെനിക്കറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ 16 ദിവസത്തെ വലിയ യാത്രയിലാണ്. ഇത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയം ബീഹാറിൽ പ്രതിഫലിക്കുമോ ശ്രീ ജയകുമാർ? നമസ്കാരം. ഈ രാഹുൽ ഗാന്ധി 16 ദിവസം യാത്രയ്ക്ക് കാരണക്കാരൻ ആരാണ്? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാരണക്കാരൻ അതല്ലല്ല, അത് തെരഞ്ഞെടുപ്പ് നടക്കണോണ്ടാണ്. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ബീഹാറിൽ പോയി യാത്ര നടത്തേണ്ടത് എന്തുകൊണ്ട് കേരളത്തിൽ നടത്തുന്നില്ല? കേരളത്തിൽ നടത്തുന്നില്ല എന്ന് പറഞ്ഞാല് അടുത്ത ഇലക്ഷൻ ഇപ്പൊ അദ്ദേഹം വോട്ട് ചോരി എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം കണ്ടെത്തിയത് കർണാടകയിലല്ലേ, മഹാദേവപുരിയില്ലേ? അവിടെയല്ലല്ലോ റാലി നടത്തുന്നത്. റാലി നടത്തുന്നത് തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ്, ബീഹാറിലാണ് അല്ലേ? നമ്മൾ തമ്മിൽ സത്യസന്ധതയുണ്ടല്ലോ, അത് അങ്ങ് സമ്മതിച്ചാൽ മതി. ഞാനതിന് വേറെ ഒന്നും പറയുന്നില്ല. എനിക്ക് രാഹുൽ ഗാന്ധിയോട് വിയോജിപ്പൊന്നുമില്ല കേട്ടോ, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അല്ലല്ല, പറഞ്ഞ സാറ് പറഞ്ഞ പല ഇതിനകത്തും ഇത് വരുന്നുണ്ട്, ഈ പറഞ്ഞ എതിർപ്പ് വരുന്നുണ്ട്. എതിർപ്പൊന്നുമില്ല എനിക്ക് രാഹുൽ ഗാന്ധിയോട് ഒരു എതിർപ്പോ ഒരു വിയോജിപ്പോ. 45 ദിവസം കൊണ്ട് ഇതിനകത്ത് കേസ് കൊടുക്കണമെന്ന് താങ്കൾ വിളിച്ച പലരോടും പറഞ്ഞു കേട്ടു. ഞാനല്ല പറഞ്ഞത്. ഇത് ശരിയാ, അത് ഞാനല്ല പറഞ്ഞത്. ഇത് ഇതിലുള്ള റൂൾസ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ്. അതാണ് നിയമം. ഇലക്ഷൻ കമ്മീഷൻ ഗുണ്ടായിസം പോലെയാണ്. ഇലക്ഷൻ കമ്മീഷനെ ഗുണ്ടാന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഗുണ്ടായിസം കാണിക്കുമ്പോൾ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ രാഹുലിനെതിരാണെങ്കിൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കേട്ടപ്പോഴേ വെറും ഗുണ്ടായിസം പോലെയാണ് തോന്നിയത്. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ബീഹാറിൽ സംഭവിക്കുന്നത്, ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ ആയപ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് 6-7 മാസം കൊണ്ട് തയ്യാറാക്കി എടുത്ത ഒരു ഇതാണ്. പരാതി കൊടുത്തില്ലല്ലോ നിങ്ങള്. പരാതി കൊടുക്കാനായിട്ട് ആദ്യം ഇലക്ഷൻ കമ്മീഷന്റെ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ഇത് സത്യവാങ്മൂലം എന്താന്നൊക്കെ അല്ലേ പറയുന്നത്. ഇങ്ങനെയാണ് പരാതിനെയാണ് ഈ സത്യവാങ്മൂലം എഫിഡവിറ്റായി സമർപ്പിക്കാൻ പറയുന്നത്. അവരത് പറയുമ്പോഴത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. ഞാൻ ചെക്ക് ചെയ്യാം. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു പരാതി ഇല്ലാതെ എന്ത് ചെക്ക് ചെയ്യാന്നാ പറയുന്നത്? നിങ്ങൾ വാക്കാൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി ചെക്ക് ചെയ്യാം എന്ന് പറയാൻ അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലല്ലോ, ഒരു ഓഫീസല്ലേ. നിങ്ങളെ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയാണ് എന്റെ വീട് കെട്ടിയിട്ടുണ്ട്, എനിക്ക് അതിനൊരു നമ്പർ വേണം എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ഉടനെ വില്ലേജ് ഓഫീസർ എന്നാൽ അത് ചെക്ക് ചെയ്യാമെന്ന് പറയൂ? അതൊരു അപേക്ഷ സമർപ്പിക്കാൻ പറയാം. അതൊരു ഓഫീസല്ലേ, ഇതൊരു ഒരു സംവിധാനമല്ലേ. അപ്പൊ അതിനൊരു അപേക്ഷ വേണ്ടേ? അല്ലാതെ ഇപ്പൊ BJP ഒരു കാര്യം പറഞ്ഞു, അതിന് മറുപടിയായി കോൺഗ്രസ് ഒരു കാര്യം പറയുന്നത് പോലെ ഈ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കാണുന്നത് ശരിയാണോ? പരാതിക്ക് മുമ്പ് വേറെ ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ടല്ലോ. ചോദിച്ചെങ്കിൽ ഞാൻ പറയുന്നത് അത് രേഖാമൂലം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറുപടി തന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ പക്ഷത്താണ്. പക്ഷേ എവിടെയെങ്കിലും മൈക്ക് കെട്ടി വെച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞാൽ അത് അന്വേഷിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകണം എന്ന അഭിപ്രായം എനിക്കില്ല. അതിനിപ്പോ അങ്ങ് ഞാൻ രാഹുൽ ഗാന്ധിക്ക് എതിരാണെന്ന് പറഞ്ഞാലും ഇനി നാളെ അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി BJP ഇതേപോലെ പറഞ്ഞാലും എൻ്റെ നിലപാട് ഇത് തന്നെയാണ്.
CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. എന്തെങ്കിലും അതിനകത്ത് പറഞ്ഞു അത് നശിപ്പിച്ചു എന്നൊക്കെയല്ലേ പറയണത്. ഈ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ള സംസാരമല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പൊ CCTVയുടെ കാര്യത്തിൽ അത് എത്ര കാലം സൂക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ നിയമം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ പറയുന്നത് ഇത് ഈ തെരുവിൽ നിന്ന് ഇത് ചെയ്യാതെ നമുക്കിതിനൊരു ഇത് സത്യസന്ധമായാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതിന് അതിൻ്റെതായ പ്രോപ്പർ പ്രൊസീജിയർ പ്രോപ്പർ ചാനലിലൂടെ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഈ തെരുവിൽ ഇറങ്ങിയ പിന്നാണ് ജനം ഇത് അറിയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇലക്ഷൻ വോട്ടർ പട്ടിക ക്രമക്കേട് നമ്മൾ എല്ലാ കാലത്തും വോട്ടർ തിരിമറിയെ കുറിച്ചും ആരോപിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിച്ചതിന് ശേഷം ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ വീഡിയോ പുറത്തുവിട്ടു. അപ്പോൾ ചില ജനപ്രതിനിധികൾക്ക് 2-3 തവണയൊക്കെ വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ റീകൗണ്ടിങ് നടത്തി. തിരിച്ച് അവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ അത് ചില മുസ്ലിം ലീഗിൻ്റെ ആളുകളും ഇതുപോലെ ചില ക്രമക്കേടുകൾ കടത്തിയെന്നാണ് CPM ആരോപിച്ചത്. അവിടെയും റീകൗണ്ടിങ് നടന്നു. ഇത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വന്ന് അതിന് കൃത്യമായി പരാതി കൊടുക്കുമ്പോഴൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ടാകും. ഈ നടപടികൾ ഉണ്ടാകാത്തത് ഉണ്ടാകും കേട്ടോ, എല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യൂ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മളെ പോലത്തെ സ്റ്റേറ്റിലാണെങ്കിൽ ഒരു മണ്ഡലത്തില് ഇന്ന ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് 45 ദിവസം വേണ്ട, 1 ദിവസം 2 ദിവസം കൊണ്ട് നമുക്ക് തെളിവ് കൊടുക്കാം. നിങ്ങൾ ഈ കോഴിക്കോട് ഇവിടെയൊക്കെ ഇരട്ട വോട്ടോ ഒക്കെ ഇപ്പൊ ആരോപണമായിട്ട് വന്നല്ലേ MK മുനീറൊക്കെ, എന്തുകൊണ്ട് അന്ന് കൊടുത്തില്ല? വളരെ എളുപ്പമായിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു ജയകുമാറിന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറുണ്ടോ. ശരി. ഓക്കെ. ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീനിവാസൻ, ഹലോ. അപ്പോൾ ഒരു ഔദ്യോഗിക പ്രമേയം വന്നാൽ അത് നമ്മുടെ 90കളിൽ നമുക്ക് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് TN ശേഷൻ്റെ ഒരു മാതൃകയാണ്. അപ്പോൾ 90കളിൽ പണത്തിൻ്റെയും മസിൽ പവറിൻ്റെയും മണി പവറിൻ്റെയൊക്കെ ദുരുപയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നു. TN ശേഷൻ വന്നു, അതൊക്കെ അദ്ദേഹം അതിന് നേരിട്ടു ശക്തമായി. അത് പലരും ഈ രാജ്യം അംഗീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിനെതിരെ അന്നൊന്നും നടപടി ഉണ്ടായില്ല. ശക്തമായി തന്നെ അദ്ദേഹം നിലപാടെടുത്തിരുന്നു. അപ്പോൾ 2009 കോൺഗ്രസിനോട് പക്ഷപാതം കാണിക്കുന്നുവെന്ന് ഒരാരോപണം അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗളയ്ക്കെതിരെ വന്നു. അതിന് ചിലർ 10-200 പേർ ഇതുപോലൊരു നിബോധനമൊക്കെ ആയി തയ്യാറായി. പക്ഷേ അതെങ്ങും എത്തിയില്ല. ഇപ്പോൾ വീണ്ടും ഒരു ഇംപീച്ച്മെൻറ്റ് നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് ഏതു തരത്തിലുള്ള നിയമകോലാഹലങ്ങൾക്ക് വഴിവെക്കും എന്നാണ് ശ്രീനിവാസൻ കരുതുന്നത്? എനിക്ക് ശേഷം ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷനും വന്നിട്ട് ഇവിടെ ശരിയായിട്ടുള്ള ഇലക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ നമുക്കത് എളുപ്പമല്ലെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? 100% ശരിയായ ഒരു സംവിധാനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ശ്രീ? ഇത് സാധ്യമാണോ? അതല്ല, എന്നിരുന്നാലും ഒരു 50% ശരിയാക്കി ഇലക്ഷൻ ഇത് നടത്തിക്കൂടെ? 50% ശരിയല്ലെന്നാണ് ശ്രീ അങ്ങ് പറയുന്നത് അല്ലേ? അതെ. ഇന്നലത്തെ ആ വാർത്താ സമ്മേളനം കേട്ട ഒരു BJPയുടെ ഒരു വക്താവ് വാർത്താ സമ്മേളനം നടത്തുന്ന പോലെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയത് തോന്നിയത് അങ്ങേക്ക്? അതെന്താണ് BJP വക്താവ് എന്ന് തോന്നാനുള്ള ഒരു കാര്യം? എന്താ BJP പിന്തുണയ്ക്കുന്നതായി തോന്നിയത്? അതല്ല, രാഷ്ട്രീയം അതിൽ കലർത്തിയിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനം കേട്ടാൽ അറിയാൻ പറ്റും. രാഷ്ട്രീയം ഫോർ എക്സാമ്പിൾ ഒരു വാക്ക് എന്തായിരുന്നു രാഷ്ട്രീയത്തിൽ? ഞാനത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അല്ല, രാഷ്ട്രീയത്തിൽ അവരോടുള്ള സപ്പോർട്ട് പോലെയായിരുന്നു. സപ്പോർട്ട് പോലെ അങ്ങേക്ക് തോന്നിയ ഒരു വാക്ക് എന്തായിരുന്നു? അല്ല, വാക്കല്ല, നമുക്കത് ശരി. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ്. അപ്പോൾ ആ വാക്ക് അങ്ങ് എന്തെങ്കിലും ഓർത്താൽ എന്നോട് പറഞ്ഞാൽ മതി. നമ്മുടെ പൊതുവേദി തുടരുകയാണ് കേട്ടോ. അപ്പോൾ കാറ്റ് കിറ്റ് സിംഗപ്പൂരിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അപ്പോൾ സിംഗപ്പൂരിലൊക്കെ നമ്മുടെ മലയാളികൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമൊക്കെ വലിയ തോതിൽ അവിടെ നോക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കാറ്റ് കിറ്റ് ആൻഡ് ഓൾ മലയാളീസ് വാച്ചിങ് പൊതുവേദി ഫ്രം സിംഗപ്പൂർ, എല്ലാവർക്കും എൻ്റെ ഹായും നമസ്കാരം. അപ്പോൾ ഷിജുവിന് വളരെ സന്തോഷമായി അദ്ദേഹത്തിൻ്റെ കമൻറ്റൊക്കെ ഞാൻ വായിച്ചു എന്നതിന്. അപ്പോൾ അതിന് എനിക്ക് ചതുരം മുട്ടായാണെന്ന് തോന്നുന്നു, ചതുരത്തിൽ എന്തോ അയച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടായാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. പിന്നെ അപ്പോൾ ഡിജിറ്റൽ മുട്ടായാണ് തരുന്നത് കേട്ടോ, കൊള്ളാം. ഏതായാലും ഡിജിറ്റലാണെങ്കിലും സന്തോഷം. അപ്പോൾ ബാലകൃഷ്ണൻ വടകര 1 സൈഡഡ് ആണെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അദ്ദേഹം BJP കാരനാണെന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ BJP കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ
നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരം നിലപാടുണ്ടാവുമല്ലോ. ബി ജെ പിക്കാർക്ക് അവരുടെ നിലപാട്, പലതരം നിലപാടുകൾ വരട്ടെ. അപ്പോഴാണ് നമുക്ക് ഞാനിതിൽ നിന്ന് ഇതിൻ്റെ ഒരു ശരിയായ വശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ബാലകൃഷ്ണൻ അക്വേറിയസ് ഉണ്ട്. അച്ഛനില്ലാത്തവർ ABCD LMNOPQ തുടങ്ങിയ അടിക്കുമ്പോൾ എൻ്റർ അടിക്കാനുള്ള എളുപ്പത്തിനാണ്, അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് ആണ് വേണ്ടത് എന്ന് പറയുന്നു. ഓക്കെ, ദോസ് ഹു ഹാവ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ ഫാദർ മസ്റ്റ് ബി സ്വയംഭൂസ് എന്നൊക്കെ പറഞ്ഞ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹസിച്ചു. മിനി ടീച്ചർ എന്നോടൊപ്പം ചേർന്നുണ്ട്. ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ടീച്ചർ, അപ്പോൾ ടീച്ചർ അവിടെ ഇന്ന് സ്കൂളൊക്കെ വിട്ട് വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ടീച്ചർ നമ്മളോടൊപ്പം ചേർന്നത്. ഓക്കെ, അപ്പോൾ കുട്ടൻ വിളക്കുത്തല അടുത്ത നമ്മുടെ ഒരു പ്രേക്ഷകൻ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ വിടും അച്ഛനും ഇല്ലാത്ത ഇത്രയും വോട്ടർമാരുണ്ടെന്ന് അറിഞ്ഞാൽ വിഷമം തോന്നുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പുറത്തുവിട്ടാൽ വളരെ സന്തോഷം എന്നാണ് കുട്ടൻ വിളക്കുത്തല പറയുന്നത്. ഓക്കെ, കമ്മീഷൻ പറഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ അവസ്ഥ ഇത്രയും പരിതാപകരമാണ് എന്നറിഞ്ഞത്. ഓക്കെ, പരിതാപകരം ആണ് എന്നറിഞ്ഞു. ഓക്കെ, അപ്പോൾ ശക്തിമാൻ എന്ത് പറയുന്നത്? കളിച്ച് ഓക്കെ ജമ്പ് ചെയ്ത് പോയി. ഓക്കെ, ശക്തിമാൻ പറയുന്നത് കളിച്ച് തോറ്റ ശേഷം അവൻ കള്ളക്കളി കളിച്ചു എന്ന്, എന്നെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഓർമ്മ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, രാഹുൽ എന്നെ സമീപിച്ചെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് കൊടുത്തതിന് ഇലക്ഷൻ കമ്മീഷന് വേറെ പണിയുണ്ടെന്ന് ഗ്ലാഡിയേറ്റർ. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇങ്ങനെ അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ആൾ ഭരണത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് ന്യൂ തിങ്കറും എന്നോട് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ദീപു തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ദീപു, ഒരു കുറ്റവിചാരണയ്ക്ക് മാത്രം കുറ്റാരോപിതരാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? എന്താണ് ദീപുവിൻ്റെ പ്രതികരണം? ഞാനത് കാണുന്ന ഒരു സിംബോളിക് ആയിട്ടുള്ള ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷം ചെയ്യുന്നു എന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം അങ്ങ് തന്നെ പറഞ്ഞു ഇതിന്റെ നിയമവശങ്ങൾ ഇംപീച്ച് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവരുടെ പ്രതിപക്ഷത്തിന്റെ കൃത്യമായ നിലപാട് അറിയിക്കുകയാണ് ചെയ്യുന്നത്, രാജ്യത്തോട് അറിയിക്കുകയാണ്. അത് കറക്റ്റുമാണ്. പിന്നെ ഈ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ, ഇപ്പൊ നമ്മൾ TN ശേഷൻ സാറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, നേരത്തെ മണിമലയിലെ സഹോദരൻ പറഞ്ഞു നമ്മള് ഇലക്ഷൻ കമ്മീഷൻ അന്ന് അറിയുന്നത് തന്നെ TN ശേഷൻ, സത്യം തന്നെയാണ്. പിന്നീട് നമ്മള് ഇന്നലത്തെ ഇദ്ദേഹത്തിന്റെ ഈ ജ്ഞാനേഷ് കുമാറിന്റെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് അതിനകത്ത് മനസ്സിലാകുന്നത്? അദ്ദേഹം എത്ര റൂഡായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു പ്രതിപക്ഷ ബഹുമാനം പോലെ ഇല്ലാതെ ഒരു ഭരണപക്ഷിയുടെ ഒരു മന്ത്രി വന്നിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെയാണോ ഒരു നാട്ടിലെ 300 MP ഉള്ള അവര് എതിർത്താണല്ലോ നിൽക്കുന്നത്. അത്രയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അത്രയും പേരെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? ഈ രീതിയിൽ പറയാൻ കഴിയുന്നത് അല്ല, മോശമാണെന്ന് പറഞ്ഞാൽ അഡ്രസ്, ഞാൻ പറയട്ടെ, ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ അവരെ അഡ്രസ് ചെയ്യുന്ന നേതാക്കൾ അവരൊരു കുറച്ച് കാര്യങ്ങൾ, അത് നമ്മുടെ ഭരണഘടനാപരമായ ജനപ്രതിനിധികളായവർ അവരൊരു കാര്യത്തെ അഡ്രസ് ചെയ്യുമ്പോൾ ആ അഡ്രസ്സിനെ ഏത് രീതിയിലാണ് കാണേണ്ടത്? ഇത് എനിക്കൊന്നും പറ്റില്ല. ഞാൻ ഒരു ജനിക്കുന്ന കൊച്ചു കുഞ്ഞും മരിച്ച് പട്ടടയിൽ വെച്ചിട്ടുള്ള മൃതദേഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനേഷ് കുമാറാണെന്ന രീതിയിലാണോ അദ്ദേഹം ചെയ്യുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല ആ കാര്യത്തെ അഡ്രസ് ചെയ്യേണ്ട മനു. ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് കൂടെ പറയേണ്ട വരികയാണല്ലോ. എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യേണ്ടത്? അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അതിനകത്ത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുവന്നത് നമുക്ക് സ്റ്റഡി ചെയ്യാം. ആ സ്റ്റഡി ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. ഇത് കൃത്യമായി രാഷ്ട്രീയക്കാരന്റെ അങ്ങനത്തെ മെയ്വഴക്കം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദയവ് ചെയ്തിട്ട് മനുവിനെ ചിലപ്പം ഇലക്ഷൻ കമ്മീഷൻ PA അപ്പോയിന്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് പോകരുത്. ഞാൻ ചോദിക്കട്ടെ, മനു പറഞ്ഞു PAക്ക് വലിയ ശമ്പളമൊക്കെ ആകട്ടെ, പക്ഷെ തൽക്കാലം എന്തായാലും അങ്ങോട്ട് പോകാനില്ല. നോക്കാം. അതാ നല്ലത്. മനുവിനെ പോലെ ഒരാൾക്ക് പറ്റിയ സ്ഥലമല്ല അതൊന്നും ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അതല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. മനു പറഞ്ഞു ഈ സുപ്രീം കോടതിയാണ് ഈ പറയുന്ന സെർച്ചബിൾ സാധനം കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞു എന്നല്ല, ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അത് പറഞ്ഞു. അത് മനു ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വഴി പറഞ്ഞു. അപ്പൊ എനിക്ക് എല്ലാം കൂടെ പറയാനുള്ള സമയമില്ലല്ലോ. അപ്പൊ മനു പറഞ്ഞു എന്നല്ല, അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാണ് കാരണമായി അതാണെന്ന്. ശരി, ഓക്കെ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പറച്ചിൽ മനു ഇവിടെ ആവർത്തിച്ചു. ഓക്കെ അല്ലേ? അത് മാത്രമല്ല, ഞാൻ കോൺഗ്രസിന്റെ ആവർത്തിച്ചു. ഇയാൾക്ക് കേസെടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു. ഞാൻ പറഞ്ഞോട്ടെ മനു, ഈ ബീഹാറില് 65 ലക്ഷം പേരുടെ സാധനം സെർച്ചബിൾ കൊടുക്കാൻ പറഞ്ഞു കോടതി. ഇവർക്ക് ഈ ഡാറ്റ മൈനിങ് ഇല്ലേ? ഇവർക്ക് സ്വകാര്യത ഇല്ലേ? ഇതെന്ത് നീതി? സീറോ.
അല്ല അത് പുറത്താക്കിയവരുടെ കാരണങ്ങൾ കാണിച്ചുകൊണ്ടല്ലേ പറഞ്ഞു? പുറത്താക്കിയവരുടെ കൊടുക്കാൻ പറഞ്ഞല്ലോ മനു, സെർച്ചബിൾ കൊടുക്കാൻ പറഞ്ഞില്ലേ? അതും സുപ്രീം കോടതി തന്നെ ഇതേ കൊടുക്കണ്ട എന്ന് പറഞ്ഞത് നിയമത്തിൽ എന്തോ ഉണ്ട്, അതായത് ഇലക്ഷന്റെ നിയമത്തിൽ എന്തോ ഉണ്ടെന്ന് കാരണം കാണിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്നാണ് എന്റെ തോന്നല്. അപ്പം ഇതിനെ എങ്ങനെയാണ് നമ്മൾ ജനകീയമാക്കുക? ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളെ കൂടുതൽ അവർക്ക് വിശ്വാസയോഗ്യമാക്കുക എന്നുള്ളതാണ്, അല്ലാതെ കുറച്ചുകൂടെ ഇരുമ്പൊലൊക്കെ ആക്കുക എന്നുള്ളതല്ല കാണേണ്ടത്. അപ്പൊ ഇവിടെ 0 വെച്ചു. അപ്പൊ 0ക്ക് വീടില്ലാത്തവരാണ് വെച്ചു. ഇവര് വോട്ട് ചെയ്യാൻ പോകുമ്പോ ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുപോകണ്ടേ? ഇല്ലേ? അല്ല, വീടില്ലാത്തവരല്ലെന്നേ. അത് ചില ഗ്രാമങ്ങളിൽ, അദ്ദേഹം പറഞ്ഞത് അവിടെ വലിയ ഗ്രാമങ്ങളിൽ, ധാരാളം ഗ്രാമങ്ങളിൽ ആളുകൾക്ക് വീട്ടു നമ്പർ ഇല്ല. ഓക്കെ. അതുകൊണ്ടാണ് അപ്പൊ അവരെന്ത് സാധനം കൊണ്ടാ വോട്ട് ചെയ്യാൻ പോവാ? അപ്പൊ കമ്മീഷന് വോട്ടർ ID കാർഡ് അല്ലേ? അതാണ് എന്തുണ്ടാവും? വോട്ടർ ID കാർഡ് ഉണ്ടോ? വോട്ടർ ID കാർഡിൽ അഡ്രസ് ഉണ്ടോ? ഇല്ല. ആ വോട്ടർ ID കാർഡാണ് വ്യക്തിയുടേത്. അഡ്രസ് ഉണ്ടാവുന്നേ, അഡ്രസ്സിൽ വീട്ടു നമ്പർ ഉണ്ടാവില്ല. അതാണ്. അപ്പൊ പിന്നെ അഡ്രസ് വെച്ചാ പോരെ? എന്തിനാണ് ഇത് 0? നമ്മൾ ഒരു സാധനം കൊണ്ടുപോയാലേ വോട്ട് ചെയ്യാൻ പറ്റൂ. ആ വോട്ട് ചെയ്യാൻ പോകുന്നതിൽ നമുക്കൊരു അഡ്രസ് ഉണ്ടാവും. എന്തെങ്കിലും വാടക വീടാണെങ്കിലും മറ്റേതാണെങ്കിലും മറിച്ചതാണെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അതുണ്ടോ? പിന്നെ അച്ഛനും അമ്മയും ഇല്ല. ഈ നേരത്തെ ഇപ്പൊ ഒരാള് പിന്നെ ഈ നിങ്ങൾ യൂട്യൂബിൽ വായിച്ച സ്വയംഭൂ ആയതാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കുറച്ചു പേരൊക്കെ ഉണ്ടാകാം, ഇല്ലേ? അങ്ങനെ ഉണ്ടാകാം. അച്ഛന്റെ അമ്മയുടെ പേര് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാകാം. എന്നാലും വേറൊരാളുടെ പേര് കാണുമല്ലോ, ഇല്ലേ? ഒരാളുടെ പേരുണ്ടാവുമല്ലോ. എന്റെ പേരിൽ എന്റെ അച്ഛന്റെ പേരാണ് ഉള്ളത്. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പേരുണ്ടാവുമല്ലോ. ABCDEFG എന്ന് പറയുന്നത് എന്താണ്? കേക്കാണോ, ഒലക്കയാണോ, തേങ്ങയാണോ, എന്താണ് സാധനം? അപ്പൊ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്നിട്ട് ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കും. നാളെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സാധനം വരാത്ത രീതിയിൽ നമുക്കിതിനെ പിന്നെ കുറച്ചുകൂടെ ജനകീയമാക്കാം എന്നല്ലേ പറയേണ്ടത്? എനിക്ക് തെറ്റൊന്നും പറ്റില്ല, ഞാൻ കുഞ്ഞും മൃതദേഹം കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനേഷ് കുമാറാണ് എന്ന് പറഞ്ഞാൽ നടക്കോ? ഇതിനെയാണ് പറഞ്ഞത്. ഇത് പിന്തിരിപ്പൻ രീതിയിലുള്ള മറുപടിയാണ് ഇന്നലെ അദ്ദേഹം അവിടെ ഇരുന്നത്. അദ്ദേഹത്തിന്റെ മോഭാവം എന്തായിരുന്നു? ഇവനൊക്കെ ആരിത് ചോദിക്കാൻ എന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിന്റെ മോഭാവം ഉണ്ടായിട്ട് ഓരോ മറുപടിക്കും ഉണ്ടായിരുന്നത്. 5 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു ക്വസ്റ്റ്യനാണ് ഉത്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എല്ലായ്പ്പോഴും ഇപ്പൊ നമ്മുടെ അതൊരു തെറ്റായി ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ മുഖ്യമന്ത്രിയും പലപ്പോഴും ചോദ്യങ്ങൾ ഞങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിലിരിക്കും. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇത് അനുബന്ധ ചോദ്യങ്ങളുണ്ടോ, എന്നാ പിന്നെ അടുത്ത ചോദ്യം ഉണ്ടോ, എന്നിട്ട് അദ്ദേഹം അതിന് ഒറ്റയ്ക്ക് മുഴുവനായിട്ട് മറുപടി കിട്ടും. അങ്ങനെയാണ് ഞാൻ അതിനെ കുറ്റം പറയില്ല. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താണ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ചത്? ഒരു കൂട്ടം ജനപ്രതിനിധികൾ, ഈ രാജ്യത്തെ കുറച്ച് ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതിന് കൃത്യമായ കാര്യം പറയുക എന്നുള്ളതാണ് ഈ ഇൻഡിപെൻഡന്റ് ബോഡിയുടെ ഒരു ഇത്. ഈ ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞല്ലോ ആരൊക്കെ ഉള്ളത്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസിനെ എടുത്തു കളഞ്ഞു, പിന്നെ ആഭ്യന്തരമന്ത്രിക്ക് ഇവിടെ എന്ത് കാര്യം? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും 2 കാര്യം പറയുമോ? 2 കാര്യം പറയാം. ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് അതൊക്കെ സ്വാഭാവികമായി സർക്കാരിനെ നിയമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അവിടെയാണ് പ്രശ്നം മനു. അവിടെയാണ് പ്രശ്നം. അത് എത്രത്തോളം സുതാര്യമായിരുന്നു, ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. SC, ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി. നമുക്ക് അക്സെപ്റ്റബിൾ അല്ലേ? നമുക്ക് കുറ്റം പറയാൻ പറ്റും. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. ധാരാളം സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇനിയും വീണ്ടും അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാനുണ്ട്. ശരി. ഓക്കെ, വ്യക്തമാണ്. ജോയ് ഞാൻ 1 മിനിറ്റ് തരാം. ശ്രീ ജോയ് കേൾക്കാമോ? കേൾക്കാം. 1 മിനിറ്റ് വേഗം. ഹലോ. പറയൂ. എനിക്ക് തോന്നുന്നു ശ്രീ ജോയ് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുഴപ്പമില്ല പറയാം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും മതേതരത്വവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഇന്ത്യൻ പൗരന്റെ കടമയാണ്. അത് ഭീകരമായി ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു. ശരി, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഓക്കെ. അപ്പോൾ ശക്തിമാൻ പറയുന്നത് ഉണ്ട്. പിന്നെ എന്നോട് ഇപ്പം അഷ്റഫ് നാരങ്ങയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ തികച്ചും കുറ്റം ചെയ്തത് ഇലക്ഷൻ കമ്മീഷനാണെന്ന് അദ്ദേഹം പറയുന്നു. മുകേഷ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അഴിക്കാക്കത്ത് എന്നോട് മുകേഷ് അഴിക്കാത്ത് പറയുന്നത് പട്ടുസ്വാമി കേസ് 2017 ശേഷം ECI വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇലക്ട്രോളിൽ പ്രൈവസിയുടെ ഭാഗമായി പേരൻറ്റിൻ്റെയും അഡ്രസ്സും ഒക്കെ മാസ്ക് ചെയ്തു വയ്ക്കാം.
ഒറിജിനൽ ഇലക്ട്രോൾ റോൾ അത് ഉണ്ടാകും, അങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു എല്ലാവർക്കും ഒരു ഇൻഫർമേഷനാണ്. ചോദ്യോത്തരമാണ് ഇവിടെ നടന്നത്. ചോദ്യം ചോദിക്കുന്നവർക്ക് നമ്പറിട്ട് അവർക്ക് പറ്റുന്നതിന് ഉത്തരം പറഞ്ഞു. ഓക്കെ, അത് ചോദ്യോത്തരമല്ല, അങ്ങനെയല്ല, ഞാൻ അതിനൊരു തുടക്കം കുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് പറയാം. ദീപുവിന് പിന്തുണ കൊടുക്കുന്നു. ഷാജി ദീപു ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ ചിരിയും കൊള്ളാമെന്നാണ് പറയുന്നത് കേട്ടോ. ഷാജിയോട് എനിക്ക് സന്തോഷം. അപ്പോൾ ജിയോ പറയുന്നു മനുവിൻ്റെ നിലപാട് രാഷ്ട്രീയമാണ് മനു പറയുന്നത്, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ജിയോന് അത് ഇന്ന് മനസ്സിലായ രാഷ്ട്രീയമായിരിക്കും, ചിലപ്പോൾ നാളെ മനസ്സിലാവുക, അത്രയേ ഉള്ളൂ പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശക്തിമാൻ അങ്ങനെ പറയും. ശക്തിമാൻ പേര്, അച്ഛൻ്റെ പേര്, വീട്ടുപേര് ഇറ്റലി എന്ന, ഓക്കെ, എന്തൊക്കെ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊരു കമൻറ്റ് പ്രധാനമായി വന്നിരിക്കുന്നത് 2 ദിവസം മുമ്പ് മഞ്ജുഷ് ഗോപാൽ ചിരിച്ചു എന്നാണ് പറയുന്നത്. പ്രൈം ഡിബേറ്റ് നടത്തുമ്പോൾ അദ്ദേഹം സമ്പത്ത് MP-യോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ചിരിച്ചു. അപ്പോൾ നമ്മൾ പൊതുവേദിയിൽ അദ്ദേഹം ചിരിക്കുന്നില്ല എന്ന് ചർച്ച ചെയ്തല്ലോ, അപ്പോൾ അത് പൊതുവേദി ഇഫക്റ്റ് ആണെന്നാണ് ഷിജു പറയുന്നത്. ഏതായാലും അപ്പോൾ ആളുകൾ ചിരിക്കട്ടെ, ആ ചിരി നമുക്കിങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ പൊതുവേദി എനിക്ക് തോന്നുന്നു അവസാനിക്കാറായി. എനിക്ക് യൂട്യൂബിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. യൂട്യൂബിൽ അത് ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നീക്കം ശരിയോ എന്ന ചോദ്യത്തിന് 65% ആളുകൾ ശരിയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്ന് പറയുന്നു. ബാക്കി 35% ആളുകൾ പക്ഷേ അതിനോട് യോജിക്കുന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഷിജു പറഞ്ഞ മാതിരി നമുക്ക് ചിരി പടർത്തിക്കൊണ്ടേയിരിക്കാം. പക്ഷേ ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. അല്പസമയത്തിനകം MG രേണുക നമുക്കൊപ്പം ചേരും.